ഇടുക്കി DCC പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെതിരെ നടത്തിയ പരാമർശത്തിൽ DCC പ്രസിഡന്റിനെതിരെ സോഷ്യൽ മീഡിയയിലും പോരാട്ടം തുടരുകയാണ്. CP മാത്യുവിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പോസ്റ്റുകൾ നിറയുന്നു. പ്രസിഡന്റിന്റെ പരാമർശം വിവാദമായതോടെ KSU യൂണിറ്റ് പ്രസിഡന്റ് മുതൽ ഡീൻ കുര്യാക്കോസ് വഹിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് DCC ഭാരവാഹിയായ മുകേഷ് മോഹനന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷിനു വളകോട് ചേരുകയാണ്. ഷിനു, വലിയ വിവാദത്തിന് വഴിയൊരുക്കിയതാണ് ഈ DCC പ്രസിഡന്റ് CP മാത്യുവും ഡീൻ കുര്യാക്കോസും തമ്മിലുള്ള വാഗ്വാദം എന്ന് പറയുന്നത്. വളരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു CP മാത്യു ഡീൻ കുര്യാക്കോസിനെ വിമർശിച്ചത്. ഒരു ഗുണവുമില്ലാത്തയാളാണ്, മൂക്കാത്ത പഴുത്ത MP ആയ ആളാണ് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളായിരുന്നു DCC പ്രസിഡന്റ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന, കൂട്ടായി പോയിക്കൊണ്ടിരുന്ന രണ്ടുപേർ വളരെ പെട്ടെന്ന് അകലുന്നു. അവർ തമ്മിൽ വലിയ രൂക്ഷമായ ഭാഷയിൽ പരസ്യ പ്രതികരണത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറയുന്നതിന് പിന്നാലെയാണോ ഇത്തരത്തിൽ രൂക്ഷമായി മാറിയിരിക്കുന്നത്? ഒപ്പം തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ CP മാത്യുവിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡീൻ കുര്യാക്കോസിന് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് മുൻപുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ DCC ഭാരവാഹികളടക്കം പോസ്റ്റുകൾ കൊണ്ട് നിറയുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഷിനു? ഇടുക്കി DCC പ്രസിഡന്റായിരിക്കുന്ന CP മാത്യു MP ഡീൻ കുര്യാക്കോസിനെതിരെ നടത്തിയ വിവാദ പ്രസ്താവനകൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രസ്താവനകൾ കെട്ടടക്കുന്നില്ല. DCC ഭാരവാഹികളും പ്രവർത്തകരും ഫേസ്ബുക്കിലടക്കം പോസ്റ്റുകളുമായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. നിലവിൽ ഡീൻ കുര്യാക്കോസിനെ അനുകൂലിച്ചിരുന്ന CP മാത്യു ആ പക്ഷത്ത് മാറി കേസ് വേണുഗോപാൽ പക്ഷത്തേക്ക് ചായഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതിനോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിവാദങ്ങൾ. DCCയുടെ ഭാരവാഹികളും പ്രവർത്തകരും ഒക്കെയാണ് പുതിയ പോസ്റ്റുകളുമായി ഫേസ്ബുക്കിലടക്കം മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മുകേഷ് മോഹൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരുപാട് മൂത്താൽ പിന്നെ പഴുക്കും, പഴുപ്പ് കൂടിയാൽ ചീഞ്ഞാൽ പിന്നെ നാറും. ഡീൻ കുര്യാക്കോസ് ഇടുക്കി MPയും KPCC രാഷ്ട്രീയ സമിതി അംഗവുമാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് നോമിനേഷനൊപ്പം അയാൾ രേഖപ്പെടുത്തിയ കേസിന്റെ എണ്ണം 200-ന് മേലെയാണ്. ഈ കേസിൽ ഒന്നുപോലും ആരെയും വഞ്ചിച്ചതിന്റെയോ ചതിച്ചതിന്റെയോ വണ്ടിച്ചെക്ക് കൊടുത്തതിന്റെയോ വ്യാജ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന്റെ അല്ല. അയാളുടെ കൂടെ നിന്ന 2 ചെറുപ്പക്കാരെ CPM നരഭോജികൾ വെട്ടിനുറുക്കിയപ്പോൾ കേരളത്തിലുണ്ടായ വൈകാരിക പ്രതിഷേധങ്ങളുടെ പേരിൽ അന്നത്തെ സർക്കാർ എടുത്ത കേസുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഡീൻ കുര്യാക്കോസിന്റെ കഴിഞ്ഞ ദിവസത്തെ ഈ വഹിച്ചിരുന്ന പോസ്റ്റുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. KSU യൂണിറ്റ് സെക്രട്ടറി, KSU യൂണിറ്റ് പ്രസിഡന്റ്, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് കൗൺസിൽ മെമ്പർ, KSU സംസ്ഥാന സെക്രട്ടറി, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, 2019 ഇടുക്കി MP. പാർട്ടിയിൽ എന്താണ് ചുമതലയെന്ന് CP മാത്യു ചോദിച്ചിരുന്നു. അതിന് മറുപടിയായി AICC വർക്കിംഗ് കമ്മിറ്റി പോലെ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ KCC രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗമാണ് ഡീൻ കുര്യാക്കോസ് എന്ന് മുകേഷ് മോഹൻ പറയുന്നു. ഇതോടൊപ്പം തന്നെ DCCയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബിജു മാണിയും പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലടക്കം പോസ്റ്റുകളുമായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇതിന് ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ DCC പ്രസിഡന്റിനോടൊപ്പം മുന്നോട്ട് തുറന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറല്ല എന്നാണ് DCC ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിലാണ്. എന്തായിരുന്നാലും വാഗ്വാദം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുവിഭാഗത്തും ചേരിതിരിഞ്ഞ് ആളുകൾ, പ്രവർത്തകർ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷിനു വളകോടാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി.